പിന്നെ IUI സമയത്ത് ഒത്തിരി റിജിഡായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ബലം പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്താലും ചിലപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ തിരിച്ചു വരാനും IUIയുടെ സക്സസ് റേറ്റ്സ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. നോർമലി നമുക്കൊരു 10-20% ആണ് സക്സസ് കിട്ടുന്നത്. ക്യുമുലേറ്റീവ് IUIയിൽ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ 30-40% സക്സസ് നമുക്ക് കിട്ടാറുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് IUIക്ക് ശേഷമുള്ള നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. നോർമൽ ആക്ടിവിറ്റീസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. IUI ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാതെ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുത്ത് കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ ജോലികൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. കുറച്ചുകൂടെ ഹൈ ഫൈബറും പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ ഒത്തിരി ഗ്യാതറിങ്സിലും എല്ലാം പോയി നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നോക്കുക. ഡോക്ടേഴ്സ് സപ്ലിമെന്റ് തന്നിരിക്കുന്ന വൈറ്റമിൻസും മറ്റ് സപ്ലിമെന്റ്സ് എല്ലാം റെഗുലറായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രൊജസ്ട്രോൺ മെഡിസിൻസ് പ്രഗ്നൻസീസ് ആവുകയാണെങ്കിൽ അതിന്റെ സപ്പോർട്ടിന് തരുന്ന മെഡിസിൻ എല്ലാം പ്രോപ്പറായിട്ട് കഴിക്കുകയൊക്കെയാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സക്സസ് കിട്ടും.